ഓരോ സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പല കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് സെൽഫ് റിയലൈസേഷൻ നടത്താറുണ്ട്. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ആ പേപ്പറിൽ മാർക്ക് കുറഞ്ഞതെന്ന്, എങ്ങനെ നമുക്ക് മാർക്ക് കൂട്ടാം, ഒരു പരീക്ഷയിൽ എങ്ങനെ നല്ല രീതിയിൽ മാർക്ക് കൂട്ടാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതുവഴി എങ്ങനെ തെറ്റുകളെ മറികടക്കാനും നല്ലൊരു ഗ്രേഡ് സ്വായത്തമാക്കാനുമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലർക്കൊക്കെ വളരെയധികം ട്രിവിയലായിട്ട് തോന്നാം, നിസ്സാരമായ കാര്യമാണല്ലോ എന്ന്. പക്ഷേ അത് പരീക്ഷ സമയത്ത് നല്ല രീതിയിൽ പ്രതിഫലിക്കാറുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷ നാളെയാണെങ്കിൽ, ഇപ്പോൾ സമയം ഒരു 1:30 മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 1 മണിക്കെങ്കിലും നിങ്ങളുടെ എക്സാം സെൻറ്ററിൽ, നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിൽ എത്തിയിരിക്കണം എന്നുള്ള ആദ്യത്തെ പാഠം നിങ്ങൾ പഠിച്ചിരിക്കണം. സാധാരണ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതിപ്പോൾ UG ആണെങ്കിലും PG ആണെങ്കിലും 1 വീക്ക് ബിഫോർ ആയിരിക്കും പരീക്ഷകളെ കുറിച്ചിട്ട് അറിയാനും പഠിക്കാനും തുടങ്ങുക. ചിലപ്പോൾ പരീക്ഷയുടെ തലേദിവസം നല്ല രീതിയിൽ പഠിച്ച് എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാനുള്ള ബദ്ധപ്പാടിൽ പലപ്പോഴും ഭക്ഷണവും വെള്ളവും ഒഴിവാക്കാറുണ്ട്. അത് പരമാവധി അങ്ങനെ ചെയ്യാതിരിക്കുക. നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡായി അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ച് പരീക്ഷാ ഹാളിൽ വരുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് പേഴ്സണലിയും വിദ്യാർത്ഥികളോട് ചോദിക്കുമ്പോഴും ഉണ്ടാകുന്ന ഫീഡ്ബാക്ക്. ഇപ്പോൾ ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട ആവശ്യമില്ല. തന്നിരിക്കുന്ന ആ ബാർകോഡ് ജസ്റ്റ് സ്പേസിൽ ഒട്ടിച്ച് വെച്ചാൽ മാത്രം മതി. അത് തലക്കീഴായി ഒട്ടിച്ചാലും യാതൊരു കുഴപ്പവുമില്ല. ബാർകോഡ് റീഡ് ചെയ്യുന്നതാണ്. എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇടാൻ മറക്കരുത്. 1. രണ്ടാമത്, പലപ്പോഴും പറയാറുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ആയതുകൊണ്ട് നിങ്ങൾ എഴുതുന്നത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കറക്റ്റായിട്ടൊരു സ്ട്രക്ചറിങ് വേണം. ഈ 3-4 കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം. എസ്സേ ആണ് ആദ്യം എഴുതുന്നതെങ്കിൽ ഒരു ഇൻട്രോ വേണം, ദെൻ ബോഡി പാരാഗ്രാഫ് വേണം, കൺക്ലൂഷൻ വേണം. ഇതിനെയെല്ലാം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾസും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് കോൺസെപ്റ്റ് മാപ്പിങ്ങിലോ മൈൻഡ് മാപ്പിങ്ങിലോ നിങ്ങൾ എഴുതുകയാണെങ്കിൽ കാര്യങ്ങൾ പ്രിസൈസ് ആയിട്ട് മനസ്സിലാക്കാനും ആൻസർ കീയോട് വളരെയധികം താരതമ്യം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. പിന്നെ വരുന്ന കാര്യങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ഉണ്ടെങ്കിൽ 3ഉം നിങ്ങൾ മിക്സപ്പായി എഴുതാതിരിക്കാൻ ശ്രമിക്കുക. ഓരോ പാർട്ടും ആദ്യം എഴുതി പോവുകയാണെങ്കിൽ നന്നായിരിക്കും. എഴുതിയതിന് ശേഷം അണ്ടർലൈൻ ചെയ്യാനും എഴുതിയ കാര്യങ്ങൾ കറക്റ്റ് തന്നെയാണെന്ന് റീചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കോംപ്ലിമെൻ്ററി പേപ്പറിന് കൊടുക്കുന്ന ആ ഒരു തുല്യത നിങ്ങളുടെ മെയിൻ പേപ്പർ അഥവാ കോർ പേപ്പറിനും കൊടുക്കണമെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. ഇക്കഴിഞ്ഞ 3ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷനും അങ്ങനെ തന്നെയാണ്. കോംപ്ലിമെൻ്ററി പേപ്പറിൽ കുറച്ചധികം പേര് വിജയിച്ചപ്പോൾ, എന്നാൽ മെയിൻ പേപ്പറിൽ കുറച്ചധികം പേര് തോൽക്കുകയും മാർക്കിങ്ങിൽ കുറച്ച് കുറവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് യു ഹാവ് ടു ഗിവ് ഡീസൻറ്റ് ബാലൻസ് ടു കോംപ്ലിമെൻ്ററി പേപ്പർ ആസ് വെൽ ആസ് മെയിൻ പേപ്പർ ഓർ കോർ പേപ്പർ. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ പേജിൽ തന്നെ അല്ലെങ്കിൽ ക്രമമായ രീതിയിൽ എഴുതുക. 1ാമത്തെ ക്വസ്റ്റ്യൻ 1-ലും എഴുതുന്നുണ്ട്, 10ാമത്തെ പേജിലും എഴുതുന്നുണ്ട്. കാരണം 1ാമത്തെ പേജ് തികയാത്തത് കൊണ്ടാണ് അവിടെ എഴുതുന്നത്. ബാർകോഡ് സിസ്റ്റമാണ്. ആകെ ഹറിബറി കാണിച്ച് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കരുത് എന്നാണ് പറയാനുള്ളത്. തെറ്റുകൾ പരമാവധി വരാതിരിക്കാൻ എഴുതി പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പലപ്പോഴും പല വിദ്യാർത്ഥികളും പരീക്ഷ സമയത്തായിരിക്കും പാൻ എടുക്കുന്നത്. അതുവഴി ഉണ്ടാകുന്ന സമയനഷ്ടവും ഓർഗാനിക്കലി നമ്മുടെ പോയിൻറ്റ്സ് ജനറേറ്റ് ആവാത്ത അവസ്ഥയും വരാറുണ്ട്. അതുകൊണ്ട് നോക്കുകുത്തിയായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടി പരീക്ഷാ സമയത്ത് അല്ലെങ്കിൽ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ എഴുതി നോക്കുന്നതും ജസ്റ്റ് ഒന്ന് ആവർത്തിച്ച് വായിക്കുന്നതും നല്ലതായിരിക്കും. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വേറെ പോയിൻറ്റ്സ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.